because he preached. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വന്നു. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ദൈവം ഒരാളുടെ മേൽ പകരുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക്, ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുവാൻ, ദൈവസാന്നിധ്യം അനുഭവിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ഒരു ദൈവികമായ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെടാതെ ദൈവിക ശുശ്രൂഷ ചെയ്യുവാനും കഴിയുകയില്ല. അനോയിൻറ്റിങ് ഈസ് വെരി പ്രഷ്യസ്. അനോയിൻറ്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ചില മിനിറ്റുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർമാനമായ ഭാഗങ്ങൾ നാം ചിന്തിക്കുന്നു, നാം കേൾക്കുന്നു. ഇപ്പോൾ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ചില വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി നാം എടുത്തത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യത്തിലൂടെ ഏലിയാവിനോട് ദൈവം ഇങ്ങനെ സംസാരിപ്പാനിടയായി: നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹാലിൽ നിന്നുള്ള സാഫത്തിൻ്റെ മകനായ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം. അസയേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവരെ യേഹു കൊല്ലും, യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവരെ എലീഷ കൊല്ലും. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫത്തിൻ്റെ മകനായ എലീഷായെ കണ്ടെത്തി. അവൻ 12 കാള പൂട്ടി ഉഴവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു. ഏലിയാവ് അവൻ്റെ അരികിൽ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വരാം. അതിന് എലീഷ: പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടം വിട്ടുചെന്ന് ഓരോ കാളയെ പിടിച്ചറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിനു കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. എങ്ങനെയാണ് എലീഷയുടെ മേളിൽ, എന്ത് കാരണം കൊണ്ടാണ് അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ്, ഹൗ ടു റിസീവ് ദ ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്, എങ്ങനെയാണ് നാം അഭിഷേകത്തിൻ്റെ ഇരട്ടി ഓഹരിക്കാരാകുന്നത് എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചും ധ്യാനിച്ചും കൊണ്ടിരുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവികമായ അഭിഷേകവും ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയുകയില്ല. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നാം ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു പോലും ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചത് പിതാവിനാൽ താൻ സ്വീകരിച്ച അഭിഷേകത്താലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്: നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെയിരുന്നു, നന്മ ചെയ്യുകയും അവൻ ദുരാത്മാക്കളെ പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ യേശു കർത്താവിൻ്റെ മേൽ ഒരു അഭിഷേകം പിതാവ് പകർന്നു. ആ അഭിഷേകത്താലാണ് യേശു നന്മ ചെയ്തത്. ആ അഭിഷേകത്താലാണ് യേശു ശുശ്രൂഷകൾ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, അഭിഷേകത്തിൻ്റെ ഒരു ഇരട്ടി പങ്ക്, ഒരു ഇരട്ടി ഓഹരി നമ്മുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എലീഷ അതിനൊരു റോൾ മോഡലാണ്. എങ്ങനെയാണ് എലീഷ, എന്ത് കാരണം കൊണ്ടാണ് എലീഷയുടെ മേൽ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് വന്നത്? ഒന്നാമതായിട്ട് അവനെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു. ദൈവം സ്പെസിഫിക്കായി ഏലിയാവിനോട് പറയുകയുണ്ടായി: സാഫത്തിൻ്റെ മകനായ എലീഷയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. അപ്പോൾ ഏലിയാവ് ദൈവികമായൊരു നിയോഗം ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നല്ല, എലീഷയെ അഭിഷേകം ചെയ്യുവാൻ. എന്നാൽ ഏലിയാവ് എലീഷയെ കണ്ടെത്തി. 19-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: അവൻ 12 കാള പൂട്ടി ഉഴവിച്ചുകൊണ്ടിരുന്നു. 12-ാമത്തതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. ഒന്ന്, യേഹുവിൻ്റെ വാളിന് തെറ്റുന്നതിനെ എലീഷ കൊല്ലും. യേഹു രാജാവാണ്, യുദ്ധം നടക്കുകയാണ്. ദൈവം തമ്പുരാൻ എലീഷയെ നോക്കുമ്പോൾ എലീഷയിൽ കുറച്ച് ക്വാളിറ്റികൾ കണ്ടു. ഒന്ന്, ഈസ് വെരി അലേർട്ട്. സെക്കൻഡ് തിങ്,
ഈസ് വെരി ആക്റ്റീവ്. തേർഡ് തിങ് ഈസ് സബ്മിസീവ്. ഫോർത്ത് തിങ് ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനായിരുന്നു, അവൻ വിധേയപ്പെടുന്നവനായിരുന്നു, അവൻ അലേർട്ടായിരുന്നു, അവൻ ജാഗരൂകനായിരുന്നു, അവൻ ആക്റ്റീവായിരുന്നു, അവൻ ഉത്സാഹിയായിരുന്നു. ഏലിയാവ് എലീശയെ കാണാൻ ചെല്ലുമ്പോഴും അവൻ 12 കാളയെ ഉഴവിച്ചുകൊണ്ടിരുന്നു, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു പെയർ ഓക്സിനോടുകൂടെ, ഒരു പെയർ 2 കാളയുടെ കൂടെ എലീശ തന്നെയായിരുന്നു അതിനെ ഉഴവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ താൻ ഉഴവിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉഴവിച്ചുകൊണ്ടിരിക്കുന്ന, പ്ലോ ചെയ്യുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ, താൻ വിയർപ്പൊഴുകി അധ്വാനിക്കുന്ന സാഹചര്യത്തിൽ ഏലിയാവിൻ്റെ ആ സ്പിരിച്വൽ കവറിങ് അവൻ്റെ മേൽ വന്നു. അപ്പോൾ ഏലിയാവിൻ്റെ പുതപ്പ് അവൻ്റെ മേൽ ഇട്ടപ്പോൾ ഒരു അഭിഷേകത്തിൻ്റെ ഇമ്പാർട്ടേഷൻ അല്ല അവിടെ ഉണ്ടായത്. ഏലിയാവിന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വിളി, ഒരു നിയോഗമാണ് അവിടെ ഉണ്ടായത്. നോക്കിയേ, ആരുടെ പുതപ്പാണോ, ഏത് കവറിങ് ആണോ അവൻ്റെ മേൽ വന്നത്, അവൻ ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടു. ദൈവം നമ്മെ ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ നിർത്തിയിരിക്കുമ്പോൾ ആ ദർശനത്തിന് പിന്നാലെ നാം ഓടുന്നവരായിരിക്കണം. ആ ദൈവികമായ അഭിഷേകത്തിനകത്ത് നിന്നുകൊണ്ട് നാം ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് അതിൻ്റെ തുടർമാനമായ ഭാഗങ്ങൾ നാം വീണ്ടും കേൾക്കുവാൻ പോകുന്നു. എന്നാൽ ഈ ഭാഗങ്ങളൊക്കെയും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യഹോവയായ ദൈവം ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശായോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശാവിനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. നോക്കിയേ, ഏലിയാവും എലീശായും ഗിൽഗാലിലെത്തി. ഗിൽഗാലിലെത്തിയപ്പോൾ ഏലിയാവ് എലീശായോട് പറയുകയാണ്, നീ ഗിൽഗാലിൽ നിന്നോ, ഞാൻ ബഥേലിലേക്ക് പോവുകയാണ്. പക്ഷേ എലീശ പറയുകയാണ്, യഹോവയാണ്, നിന്റെ ജീവനാണ്, യജമാനനെ, ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. സഹോദരങ്ങളെ, ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിലുണ്ട്. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രൈമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ എന്ന പേർ പറയുന്നു. വാസ്തവത്തിൽ റോളിങ് എവേ, ഗിൽഗാലിൻ്റെ ആക്ച്വൽ മീൻ റോളിങ് എവേ, ദൈവം ഉരുട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ മാറ്റിക്കളഞ്ഞ, ചിലതിനെ നീക്കം ചെയ്ത സ്ഥലം, തൻ്റെ ജനത്തിൻ്റെ നിന്നയെ മാറ്റിയ സ്ഥലം, തൻ്റെ ജനത്തെ ഉറപ്പിച്ച് നിർത്തിയ സ്ഥലം. വാസ്തവത്തിൽ ഗിൽഗാൽ എന്ന് പറഞ്ഞാൽ അതാണ്, നിന്ന മാറുന്ന അനുഭവം, എല്ലാം നന്നായി വരുന്ന അനുഭവം, ഒരു ഉറപ്പ് ലഭിക്കുന്ന അനുഭവം, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്വസ്ഥത ഉണ്ടാകുന്ന അനുഭവം. നമുക്കവിടെ നിൽക്കാൻ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി, നമ്മുടെ കടമൊക്കെ ഒന്ന് മാറി, പിള്ളേരുടെ കാര്യമൊക്കെ ഒന്ന് ശരിയായി, നമ്മൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്കൊക്കെ വിടുതലായി കഴിയുമ്പോൾ നിന്ന മാറുന്ന, എല്ലാ കാര്യങ്ങളും സെറ്റിൽഡാകുന്ന ഗിൽഗാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഗിൽഗാലിൻ്റെ ആ സെറ്റപ്പിനകത്ത് നിന്നാൽ ഒരിക്കലും ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്ങിലേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. അടുത്തൊരു പ്ലേസ് ഉണ്ട്, അത് ബഥേലാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ബഥേൽ? ഹൗസ് ഓഫ് ഗോഡ്, ദൈവഭവനം. യാക്കോബ് പറയുന്നു, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞ് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേർ വിളിച്ചു. അപ്പോൾ ദൈവഭവനമാണ് ബഥേൽ, ദ ഹൗസ് ഓഫ് വർഷിപ്പ്. അബ്രഹാം ദൈവത്തിനൊരു യാഗപീഠമുണ്ടാക്കി, അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. ആ സ്ഥലത്തിന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 7-8 വാക്യത്തിൽ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ യാക്കോബ് ആ ദൈവദൂതന്മാരെ കണ്ട സ്ഥലത്തിന് ബഥേൽ എന്ന പേർ വിളിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകുന്ന, എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരിക്കുന്ന ഗിൽഗാലിൻ്റെ സെറ്റപ്പിൽ, ആ കംഫർട്ട് സോണിൽ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന ബഥേലിലേക്ക് നാം യാത്ര ചെയ്യും. ദൈവഭവനത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരണം. എന്നാൽ ബഥേലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏലിയാവ് എലീശയോട് പറയുന്നു, ദൈവം എന്നെ ജെരിഹോവിലേക്ക് അയക്കാൻ പോവാണ്, നീ ബഥേലിൽ നിന്നുകൊള്ളുക. എലീശ പറഞ്ഞു, യഹോവയാണ്, നിന്റെ ജീവനാണ്, യജമാനെ, ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ ഏലിയാവിൻ്റെ കൂടെ എലീശ ജെരിഹോവിലേക്ക് യാത്ര ചെയ്തു.
വാട്ട്സ് ദ മീനിങ് ഓഫ് ജെറിഹോ? ജെറിഹോ എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ സ്ഥലം. ജീവിതത്തിൽ ഒരു വിടുതലുണ്ടായി രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞൊരു ദൈവ പൈതൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ബഥേലിൽ എത്തിച്ചേരുന്നു. ആ വേർപാടിലേക്ക്, ദൈവകൃപയിലേക്ക് കടന്നു വരുന്നു. ബഥേലിൻ്റെ അനുഭവത്തിലേക്ക്, സത്യ ആരാധനയിലേക്ക്, ദൈവവചന സത്യത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു യുദ്ധത്തിൻ്റെ ജെറിഹോ ഉണ്ടായിരിക്കും, ഒരു പ്രതികൂലത്തിൻ്റെ ജെറിഹോ ഉണ്ടായിരിക്കും, ഒരു നിന്ദയുടെ ജെറിഹോ ഉണ്ടായിരിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും അത് എക്സ്പീരിയൻസ് ചെയ്തവരാണ്, ചെയ്യുന്നവരുമുണ്ട്. കർത്താവിനെ അറിഞ്ഞതിനാൽ, ദൈവവചനത്തിലേക്ക് വന്നതിനാൽ, വചനസത്യം അനുസരിച്ചതിനാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവരൊരു ആത്മീയ യുദ്ധത്തിലാണ്. എന്നാൽ യുദ്ധത്തിൻ്റെ ജെറിഹോവിലൂടെ പോകുന്ന പ്രിയ ദൈവ പൈതലെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിശ്ചയമായും ഒരു ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഒരു ഇരട്ടി പങ്ക് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദൈവികമായ അനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഉഴവുന്ന അനുഭവത്തിൽ നിന്നും, ഉഴവിക്കൊണ്ടിരുന്ന, കാളകളെ പൂട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും രാജാക്കന്മാരും പ്രഭുക്കന്മാരും നിന്നെ മാനിക്കുന്ന, ദേശം നിന്നെ ഓണർ ചെയ്യുന്ന, വ്യക്തികൾ നിന്നെ ബഹുമാനിക്കുന്ന, ലോകം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് നിന്നോട് ആലോചന ചോദിക്കുന്ന, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ ദൈവത്തിന് താങ്കളെക്കുറിച്ച് പദ്ധതിയുണ്ട്. പക്ഷേ അതിനൊരു ആത്മീയ വിശപ്പ് നമുക്ക് ആവശ്യമാണ്. എലീഷ ഗിൽഗാൽ കൊണ്ട് തൃപ്തനാകുന്നില്ല. എലീഷ ബഥേൽ കൊണ്ട് തൃപ്തനാകുന്നില്ല. എലീഷ ജെറിഹോ കൊണ്ട് തൃപ്തനാകുന്നില്ല. സഹോദരങ്ങളെ, എപ്പോഴും ആത്മാവിലുള്ളൊരു വിശപ്പ്, ദൈവത്തിനായിട്ടുള്ളൊരു ദാഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു ദൈവികമായ അഭിഷേകത്തിന്, അല്ല അളവിൽ കവിഞ്ഞ ഒരു ഉയർന്ന അളവിലുള്ള അഭിഷേകത്തിന് നാം അവകാശികളാകും. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ഇന്ന് ആത്മീയ സമൂഹത്തിന് പലയിടങ്ങളിലും, എല്ലായിടമല്ല, ചിലയിടങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആത്മീയ വിശപ്പാണ്, ദൈവാത്മാവിനോടുള്ള ദാഹമാണ്. നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ആ ഡോക്ടറിനോട് പല പല രോഗങ്ങളെക്കുറിച്ച് പറയും. ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കാര്യമുണ്ട്, ആ വേദനയുണ്ട്. പക്ഷേ ആ സമയത്ത് ഡോക്ടർ ചിലപ്പോൾ ചോദിക്കും, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ, വിശപ്പുണ്ടോ, ദാഹമുണ്ടോ? വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ സീരിയസ് അല്ല. എന്നാൽ വിശപ്പ് നഷ്ടപ്പെട്ടാൽ, ദാഹം നഷ്ടപ്പെട്ടാൽ ഒരു ഡേഞ്ചറസ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അവന് സകല ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി, അവൻ മരണവാതിലിനോട് അടുത്തപ്പോൾ. മരണവാതിലിനോട് അടുക്കുന്ന ഒരു വ്യക്തിക്കാണ് സകല ഭക്ഷണത്തോടും വെറുപ്പ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നെന്നെ കാണുന്ന മാന്യ പ്രേക്ഷകരെ ഞാൻ എന്താ പറയുന്നത്? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ ആത്മീയമായ വിശപ്പ്, ആത്മീയമായ ദാഹം, പരിശുദ്ധാത്മാവിലുള്ള കൊതി, ആ ഇൻറ്റിമസി, ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളത്തിൽ നഷ്ടപ്പെട്ട് ഇല്ലാതെ പോയാൽ നാം ഒരു ആത്മീയ മരണത്തിൻ്റെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവം നിങ്ങളെ അവിടുന്ന് തിരിച്ചു വിളിക്കുകയാണ്. 42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ യഹോവേ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ആത്മീയമായ ദാഹം, ഒരു വിശപ്പ് ദൈവസാന്നിധ്യത്തോടുണ്ടാകണം. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളത്തിൽ വേണം. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ കൂട്ടായ്മയിൽ നടക്കാൻ പറ്റിയില്ലെങ്കിൽ, എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം മിസ് ചെയ്തിരിക്കുന്നത് പോലത്തെ ഒരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജയകരമായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. മസ്റ്റ് വി നീഡ് the fellowship with Holy Spirit. Must we need the communion with Holy Spirit. ദൈവാത്മാവുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ, ആ ഫെലോഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ മസ്റ്റായിട്ടും ഉണ്ടാകണം. ഡേ ടു ഡേ ലൈഫിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാത്രി കിടക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴെല്ലാം ദൈവാത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ദ റിയൽ മീനിങ് ഓഫ് കമ്മ്യൂണിയൻ ഈസ് എ കമ്മ്യൂണിക്കേഷൻ. ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ കമ്മ്യൂണിക്കേഷൻ നമ്മളിൽ ആഴമായി വെളിപ്പെട്ട് വരണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അവർ യുദ്ധത്തിൻ്റെ ജെറിഹോവിൽ നിന്ന് പുറപ്പെട്ട് ജോർദാനിലെത്തി. ആ ജോർദാനിൽ വെച്ചാണ് സബ്മിഷൻ. വാട്ട്സ് ദി മീനിങ് ഓഫ് ജോർദാൻ? ജോർദാൻ ഈസ് എ പ്ലേസ് ഓഫ് സബ്മിഷൻ, വിധേയപ്പെടുന്ന സ്ഥലം. യേശു കർത്താവ് യോർദാനിൽ നിന്ന് യോഹന്നാനോട് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി യേശു വിധേയപ്പെട്ട സ്ഥലമാണ് യോർദാൻ. സഹോദരങ്ങളെ, വിധേയപ്പെടുന്ന യോർദാനും യുദ്ധത്തിൻ്റെ ജെറിഹോവും ആരാധനയുടെ ബഥേലും അനുഗ്രഹത്തിൻ്റെ ഗിൽഗാലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുമ്പോൾ ഓർക്കുക,
ഇതിലൂടെ എല്ലാം ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഇരട്ടി പങ്കിലേക്കാണ്, അഭിഷേകത്തിൻ്റെ ഒരു ഉയർന്ന അളവിലേക്കാണ്. ഇന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളം അതിനായിട്ടൊന്ന് ദാഹിക്കട്ടെ. നിങ്ങളുടെ ഉള്ളത്തിലൊരു ദാഹം ഉണ്ടാകട്ടെ. കർത്താവെ, അങ്ങൊരു വ്യക്തിയെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ നീ പകർന്ന അഭിഷേകമാണത്. ഒരു ഉണർവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉണർവിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളുടെ മേൽ നീ കൊടുത്ത അഭിഷേകമാണത്. ഒരു ഉയർന്ന അളവിലുള്ള അഭിഷേകത്തിനായി ഞാൻ കൊതിക്കുന്നു. ഞാൻ ദൈവ സാന്നിധ്യത്തിനായി കൊതിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനായി കൊതിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, എൻ്റെ മേൽ നീ അത് പകരണം. എൻ്റെ കംഫർട്ട് സോണുകളിലെ ആ ഗിൽഗാലിൽ നിന്ന് എനിക്ക് ബഥേലിൽ വരണം, ആരാധനയുടെ ബഥേലിലെത്തണം. എനിക്ക് ആ ബഥേലിൽ നിൽക്കുമ്പോൾ യുദ്ധത്തിൻ്റെ ജെരിഹോ ഉണ്ടാകും, പക്ഷെ അവിടെ ഞാൻ തളർന്നു പോകത്തില്ല. വിധേയത്വത്തിൻ്റെ ജോർദാൻ ഞാൻ കടക്കും. നിങ്ങൾക്കറിയാമോ, ഏലിയാവിൻ്റെയും എലീശയുടെ മുമ്പിൽ യോർദാൻ വന്നപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് ജോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഞാൻ ഉറപ്പായും പറയുന്നു, നിങ്ങളുടെ പ്രതികൂലങ്ങളെ, നിങ്ങളുടെ പ്രശ്നങ്ങളെ ജയിക്കുവാൻ, നിങ്ങളുടെ പ്രതിസന്ധികളെ മറികടന്ന് മുൻപോട്ട് പോകുവാൻ നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് കഴിയും. നിങ്ങളുടെ മേലുള്ള ദൈവശക്തിക്ക് സാധ്യമാകും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തൻ ആക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന, പുഷ്ടി നിമിത്തം നുകം തകരും. അനോയിന്റിങ് ഷാൽ ബ്രേക്ക് ദ യോക്സ്. അഭിഷേകം നുകത്തെ തകർക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഇംപാർട്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയക്കണം. ഏലിയാവിൻ്റെ മേൽ നിന്ന് ആ പുതപ്പ് എലീശായുടെ മേൽ വീണപ്പോൾ അവൻ ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി പ്രാപിച്ചതുപോലെ ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യട്ടെ. ദൈവശക്തിയിൽ നിറഞ്ഞു നിന്ന് ശുശ്രൂഷിക്കുവാൻ, അനേക വ്യക്തികളെ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരിൽ ചിലർ രോഗത്താൽ ഭാരപ്പെടുന്നു, ചിലർ പൈശാചിക ബന്ധനത്താൽ ഭാരപ്പെടുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അദൃശ്യമായ അത്ഭുതത്തിൻ്റെ കരം അവരെ സ്പർശിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങളെ കർത്താവ് അഴിച്ച് അത്ഭുത സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. ഇവർ ഏത് വിഷയത്താൽ ഭാരപ്പെടുന്നു, ഇപ്പോൾ ആ വിഷയത്തിന് മേൽ അത്ഭുത വിടുതൽ പരിശുദ്ധാത്മാവെ നീ ഇവിടെ നയിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ടും പ്രിയ സഹോദരങ്ങളെ, കോട്ടയം, കൊട്ടാരക്കര, എറണാകുളം ചർച്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങിൽ കഴിയുന്നവരൊക്കെ കടന്നു വരിക. നിങ്ങൾക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം, ആമേൻ. Pastor Tinu George ministering in London, UK. 28th October 2 p.m. to 9 p.m. and on 29th October from 3 p.m. to 9 p.m. at Rehoboth Worship Center, New Mont Street School 21, Stratford, London, E153PA. സമയങ്ങളെ മിഷൻ മന്തായി പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നു. എന്താണ് മിഷൻ മന്ത്? എൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ്. അധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതുപോലെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറൊഴികെ 350-ലധികം നിർധനരായ രോഗികൾക്ക്, സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നു. 20-ലധികം സാധുക്കളായ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അനേക സാധുക്കൾക്ക് ഭവനം കെട്ടിക്കൊടുക്കുകയും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവം സഹായിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം
ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കുകയും ചെയ്യും. സുവിശേഷം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സൗഖ്യം, ദൈവം തരുന്ന സൗഖ്യം സൗജന്യമാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഉയരത്തിലെ പിതാവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വളരെയധികമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്നെ എപ്പോൾ ഞങ്ങൾ നഗ്നനായി കണ്ടു? അങ്ങനൊരു അവസരം ഉണ്ടായില്ലല്ലോ. നിനക്കെപ്പോൾ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടു? നിന്നെ ദാഹിക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ. യേശുക്രിസ്തു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവവചനത്തിൽ പരാമർശിക്കുന്നു. ഈ മിഷൻ മന്ദിലൂടെ നാം സമാഹരിക്കുന്ന, നാം കണ്ടെത്തുന്ന ഈ ധനശേഖരം നിമിത്തമാണ് വരുന്ന ദിവസങ്ങളിലും അടുത്ത വർഷങ്ങളിലുമൊക്കെ ആതുര സേവനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ടെലിവിഷൻ മിനിസ്ട്രിയും സുവിശേഷ പ്രവർത്തനങ്ങളുമൊക്കെയും നാം നടത്തുവാൻ പ്രാപ്തരായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ കാണിച്ച എല്ലാ സഹായത്തിനും, എല്ലാ സഹകരണത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. കൊടുക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പ്രവാചകന് വേണ്ടി അപ്പം ചുട്ടുകൊടുത്ത, ആ പ്രവാചകന് വെള്ളം കൊണ്ടു കൊടുത്ത ആ സാരാഭത്തിലെ വിധവയെ അനുഗ്രഹിച്ച ദൈവം, ക്ഷാമകാലത്തും അവളെ ക്ഷേമമായി പോറ്റിയ ദൈവം നിങ്ങളെ പുലർത്തുവാൻ വിശ്വസ്തനാണ്. ആയതുകൊണ്ട് ഈ മാസങ്ങളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ദയവായി ജീസസ് ഈസ് അലൈവ് എന്ന പ്രോഗ്രാം കാണുന്നവരും ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നത് പോലെ, നിർബന്ധത്താലേ അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത് പോലെ നിശ്ചയമായും ഈ ശുശ്രൂഷകളെ നിങ്ങൾ സഹായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു മനുഷ്യന് വേണ്ടിയല്ല. ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് പോകുവാൻ അനേക ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ സുവിശേഷം കേൾക്കുവാൻ, വിശക്കുന്ന അർഹരായ വ്യക്തികൾക്ക് ആഹാരം ലഭിക്കുവാൻ, പാർപ്പിടമില്ലാത്ത അർഹരായവർക്ക് പാർപ്പിടമുണ്ടാകുവാൻ ഞങ്ങളാൽ കഴിയുന്നതുപോലെയൊക്കെ ഞങ്ങൾ അതിനായി ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ കൈകളെ താങ്ങണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പ്രവൃത്തിയെയും നിങ്ങളുടെ പ്രയത്നങ്ങളെയും നിങ്ങളുടെ അധ്വാന ഫലത്തെയും നിങ്ങളുടെ തലമുറകളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ സഹായത്തിനും, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും, നിങ്ങളുടെ എല്ലാ